ക്രിസ്തീയ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ എന്ന വിഷയം ഏറിയ സമയമെടുത്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ 2 രാത്രികൾ 2 സെഷനുകൾ പിന്നീട് ഈ സമാപന ആരാധനയോടുള്ള ബന്ധത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ സമഗ്രമായിരിക്കുന്ന ഒരു പരിചിന്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ വിഷയത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ചില മേഖലകളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഇടയായത്. ഇന്ന് നമുക്ക് ഈ പോരാട്ടത്തിനായി ദൈവം നൽകി തന്നിട്ടുള്ള പ്രധാനമായിരിക്കുന്ന ചില ആയുധങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അനുവദിച്ച സമയപരിധിക്കകത്ത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുൻപ് അല്പസമയം, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സംസാരിച്ച വിഷയത്തിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഭക്ഷണത്തെ കയറി തൊട്ടു. അത് ചില ഉള്ളങ്ങൾക്ക് വല്ലാത്ത വേദനയും പ്രയാസവും ഒക്കെയായി. ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, കഴിക്കുന്നത് പാപമാണോ എന്നൊക്കെയുള്ള ഒരു വിചാരധാര ഇവിടെ ഇങ്ങനെ പരസ്പരം ഉണ്ടായതായിട്ടും അതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങളുടെ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടൊക്കെ അറിയുന്നു. അതിനൊരു ക്ലിയറൻസ് വരുത്തിയിട്ട് ഇതിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഭക്ഷണമല്ലേ, അതിനെക്കുറിച്ച് സംശയം ഉണ്ടായാൽ ആകപ്പാടെ പ്രശ്നമാകും. ഓക്കെ, വേദപുസ്തക സംബന്ധമായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുത് എന്ന അവബോധം തരുന്ന നിരവധി വാക്യങ്ങളുണ്ട്. എല്ലാം നിരത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അങ്ങനെ സംശയമുണ്ടായി എന്നുള്ളത് ഇന്നലെ രാത്രി വരാതിരുന്നവർക്ക് കൺഫ്യൂഷൻ ആവും. എന്തുവാ ഈ സംഭവം അറിയില്ല. അതാണ് ഈ യോഗങ്ങൾക്കെല്ലാം വരണമെന്നൊക്കെ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മുടെ ശരീരം ഒരു പ്രകാശമായി നിലനിൽക്കണം, വെളിച്ചമാകണം. വിളക്കാകുകയല്ല, വെളിച്ചമാകണം. അങ്ങനെ വെളിച്ചമാകുമ്പോൾ ആ വെളിച്ചം അണഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ 4 എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അതിൽ ഒന്നാണ് അമിത ഭക്ഷണം. അമിത ഭക്ഷണം നിമിത്തം ശരീരത്തിന്റെ പ്രകാശം അണഞ്ഞു പോകും എന്ന് യേശു തന്നെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പാത്രം കൊണ്ട് മൂടരുത്. ആ പാത്രം എന്ന് പറയുന്നത് ഭക്ഷണത്തെയാണ് കാണിക്കുന്നതെന്ന വ്യാഖ്യാനത്തിലാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. അമിത ഭക്ഷണം, അപ്പൊ ഭക്ഷണം കൂടുതൽ കഴിക്കരുതോ എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നമായി വന്നത്. ഞാൻ ആ ചിന്തകളെ ഇങ്ങനെ സമാഹരിച്ച് 1, 2, 3, 4 എന്ന ചിന്തകൾ തരികയാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ഓക്കെ, പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായാൽ തിരുത്താൻ ഞാൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ പോവുകയാണ്. ഉടനെ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മടങ്ങി പോകുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചിന്ത കേട്ടോണം. വേദപുസ്തക സംബന്ധമായി ഭക്ഷണ കാര്യങ്ങളിലുള്ള ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് എല്ലാം ഭക്ഷിക്കരുത് എന്ന ചിന്ത മറക്കരുത്. എല്ലാം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേദപുസ്തകത്തിന്റെ ഉപദേശ സംബന്ധമായിട്ടുള്ളതേ കഴിക്കാവൂ, വചനവിരുദ്ധമായതൊന്നും കഴിക്കരുത്. ദാനിയേലും കൂട്ടരും പറയുന്നു, ഞങ്ങൾക്കിത് ഭക്ഷിച്ചുകൂടാ. എന്തുകൊണ്ട്? വയറ്റിന് അസുഖമുണ്ടാകുമെന്നുള്ളത് കൊണ്ടല്ല, അവരുടെ ഉള്ളിൽ ഉണ്ടായതായിരിക്കുന്ന, ഉള്ളിൽ ലഭിക്കപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമാണ് വിളമ്പി വെച്ചതല്ല. മനസ്സിലായോ? ഭൂതങ്ങളുടെ മേശയിലെ പാത്രം നാം അനുഭവിച്ചുകൂടാ, വിഗ്രഹാർപ്പിത ഭോജ്യം നാം കഴിച്ചുകൂടാ, ദൈവവചനം വിലക്കുന്നതൊന്നും കഴിച്ചുകൂടാ. മനസ്സിലായില്ലേ? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായമാണ് ദൈവസഭയുടെ ഒന്നാമത്തെ സുന്നഹദോസ് എന്ന് പറയുന്നത്. അതിനകത്ത് ജാതീയ സമൂഹങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരോടുള്ള കൽപ്പനകൾ എന്താണ് എന്ന് അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് തീരുമാനിച്ചപ്പോൾ അവർ കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ ദയവ് ചെയ്ത് ശ്വാസം മുട്ടിച്ചത്തതിനെ കഴിക്കരുത്, നിങ്ങൾ ദയവ് ചെയ്ത് വിഗ്രഹാർപ്പിത ഭോജ്യം കഴിക്കരുത് എന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശം നമുക്കും ബാധകമാണ് എന്നറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം എന്ത് ചെയ്യരുത്, കഴിക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം വചനപ്രകാരം യോഗ്യമാണോ എന്ന് നാം അന്വേഷിക്കണം. ഭക്ഷണം അല്പം ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അല്പം മദ്യമോ മറ്റു തരമായിരിക്കുന്ന സംഗതികളോ അതുമായിട്ട് ചേർത്ത് വിളമ്പിയാൽ സ്നേഹിതരല്ലേ, ഗെറ്റ് ടുഗദർ അല്ലേ, സന്തോഷത്തിന്റെ ഒരു ഒക്കേഷൻ അല്ലേ എന്ന് വിചാരിച്ച് നമ്മളതിൽ പങ്കെടുത്തുകൂടാ. അതാണ് എല്ലാം കഴിക്കരുത്, എല്ലാം ഭക്ഷിക്കരുത് എന്നുള്ള ഒന്നാമത്തെ ചിന്ത. നിർത്തുന്നു. രണ്ടാമത്തെ സംഗതി, എല്ലായ്പ്പോഴും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അല്പം സങ്കടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ഒക്കെ ഉപവാസം എടുക്കണം. അങ്ങനെ ഒരു ശീലമുണ്ട്. ഒരാത്മീയൻ എന്ന് പറയുന്നവൻ 3 നേരമോ 4 നേരമോ എല്ലാ ദിവസവും ഭക്ഷിച്ചുകൊണ്ടിരിക്കരുത്. കാരണം വചനം ഇങ്ങനെ പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒന്നിനാലും എന്ത് ചെയ്യില്ല, നീങ്ങിപ്പോകില്ല. ഉപവാസം കൃത്യമായി അനുഷ്ഠിക്കുന്ന എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അതൊരു എല്ലാവർക്കും ഒക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനത് ചോദിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര ദിവസമുണ്ട് ഉപവാസം? 365 ദിവസം എല്ലാവർക്കും ദൈവം തരുമ്പോൾ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഉപവാസത്തോടെ പ്രാർത്ഥന അനുഷ്ഠിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഉപവസിക്കുവാൻ സമയമെടുക്കണം. അതിനാണ്
എല്ലായ്പ്പോഴും ഭക്ഷിക്കരുത് എന്ന് പറയുന്നത്. സമ്മതിക്കുന്നവർ എത്ര പേരുണ്ടത്? എല്ലായ്പ്പോഴും ഭക്ഷിക്കാൻ പാടില്ല. ആഴ്ചയിൽ 1 ദിവസമോ മാസത്തിൽ 3 ദിവസമോ ഒക്കെ ഉപവസിക്കാൻ. അത് നിങ്ങളുടെ ഡ്യൂട്ടി, ഇവിടുത്തെ കാലാവസ്ഥ, നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഉപവാസ ദിനങ്ങൾ ക്രമീകരിക്കുവാൻ. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ വസ്തു. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യരുത്, ഭക്ഷിക്കരുത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത കേട്ടോണേ, എല്ലാവരും ഭക്ഷിക്കരുത്. അങ്ങനെ ഒരു പ്രമാണമുണ്ട്. വചനം അങ്ങനെ ശക്തമായി വിലക്കുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം. ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വാക്യമാണ്, ഉപദേശമാണ് എന്നുള്ളത് കൊണ്ട് അത് മറക്കരുതൊരിക്കലും. 2 തെസ്സലോനിക്ക 3-ന്റെ 11-ാമത് വാക്യം എന്താ പറയുക? ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ള ആ വാക്യത്തിന്റെ വിശകലനം അറിയണമെങ്കിൽ പരകാര്യം നോക്കി വേല ചെയ്യാതെ മെനക്കെട്ട് നടക്കുന്നു, അവരോടുള്ള പ്രത്യേക നിർദ്ദേശമാണ് 10-ാം വാക്യം. വായിച്ചേ. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന്. അല്ല, 10-ാം വാക്യം വായിച്ച തൊട്ട് മുകളുടെ വാക്യം. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ എന്ത് ചെയ്യരുത്? അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. വേല ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ഭക്ഷണം മുമ്പിൽ വരുമ്പോൾ ഇത് കഴിക്കുന്നതിന് മുൻപ്, ആദ്യത്തെ ഉരുള ഉരുട്ടുന്നതിന് മുൻപ് അതിലേക്ക് വിരലുകൾ സ്പർശിക്കുന്നതിന് ഇന്ന് ഞാൻ വല്ല വേലയും ചെയ്തു എന്നൊന്ന് ചോദിക്കണം. ഒരു വേലയും ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യരുത്? കഴിക്കരുത്. മനസ്സിലായില്ലേ? സ്തോത്രമൊന്നും ആരും പറയത്തില്ലെന്ന് എനിക്കറിയാം. വേല ചെയ്തെങ്കിലേ എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. പരകാര്യം നോക്കി മെനക്കെട്ട് നടക്കുന്ന ഒരാൾ വീട്ടിൽ ഒരു വേലയും ചെയ്യുന്നില്ല, വീട്ടിൽ വേല സ്ഥിരം ചെയ്യുന്നവരെ സഹായിക്കുന്ന പോലുമില്ല, ഒരു സ്പൂണ് പോലും കഴുകാൻ, ഒരു ഗ്ലാസ് പോലും കഴുകാൻ ആളിന് മനസ്സില്ലെങ്കിൽ എന്തോ ചെയ്യരുത്? കഴിക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യരുത്? ഞാൻ പറഞ്ഞ 3 ചിന്ത മറക്കരുത്. 1, എല്ലാം എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. 2, എല്ലാവരും എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. 3, എല്ലായ്പ്പോഴും ഭക്ഷിക്കരുത്. അടുത്തത്, എല്ലാവരുടെ കൂടെയും ഭക്ഷിക്കരുത്. ഇവിടെ നമ്മൾ ചിലപ്പോൾ പിടിക്കപ്പെടും. നമുക്കൊത്തിരി ഗെറ്റ് ടുഗദറുകളുണ്ട്, നമുക്കൊത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവരുമായിട്ടൊക്കെ നമ്മൾ ഭക്ഷണത്തിനിരിക്കാറുണ്ട്. പക്ഷേ ഞാനൊരു വാക്യം തരാം, ഗൗരവമായൊരു വാക്യം, പുതിയ നിയമത്തിന്റെ കനത്ത ഉപദേശമാണ്. എല്ലാവരോടുകൂടെ ഭക്ഷണത്തിനിരിക്കരുത്. 1 കൊരിന്ത്യർ ലേഖനം 5-ന്റെ 11-ാമത് വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 11-ാമത് വാക്യം. യെസ്. എന്നാൽ സഹോദരൻ എന്ന് പേർ ശ്രദ്ധിച്ച് കേട്ടണോ വാക്യം? സഹോദരൻ എന്ന പേർ കൊണ്ടവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ഭാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. നാം ഭക്ഷണം കഴിക്കുവാൻ നമ്മെ ക്ഷണിച്ചിരിക്കുന്ന വ്യക്തി, നാം ക്ഷണിച്ച വ്യക്തി ഈ പറയപ്പെട്ട കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അവനോടുകൂടെ എന്തോ ചെയ്യരുത്? ഭക്ഷണം കഴിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആരോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളതിന് വ്യക്തമായിരിക്കുന്ന നിർദ്ദേശം നമുക്ക് ലഭിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ഈ അമിത ഭക്ഷണം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രസ്താവിച്ചത് എന്ന കാര്യം നാം അറിയണം. മദ്യപനായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് നമ്മളെ ഭക്ഷണത്തിന് വിളിച്ചാൽ അവൻ മദ്യപാനിയും വാവിഷ്ഠാനക്കാരനും ഒക്കെ ആയതുകൊണ്ട്, വിഗ്രഹാരാധി ആയതുകൊണ്ട്, പിന്മാറ്റക്കാരനായതുകൊണ്ട് അവന്റെ ഭക്ഷണത്തിന് എന്ത് ചെയ്യരുത്? പോകാൻ പാടില്ല എന്ന് തന്നെ ഇരിക്കണം. ഇതാണ് അതിഭക്ഷണം എന്ന ചിന്തയിൽ ഇന്നലെ ഞാൻ പ്രസ്താവിച്ചതെന്ന കാര്യം ഓർത്തുകൊള്ളണം. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ വാക്യങ്ങൾ അജ്ഞാതമായി കിടന്നിരുന്നു. ഇതിപ്പോ വെളിപ്പെട്ടു വന്നതുകൊണ്ട് നമ്മുടെ ഭക്ഷണ നിയമങ്ങളിൽ നാം കൃത്യത പാലിച്ചേ മതിയാകുകയുള്ളൂ. ഇനി അമിത ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കുന്നതാണോ എന്നാ ചിലരുടെ സംശയം. അല്ലല്ല, കൂടുതൽ കഴിക്കുക, ആരോഗ്യമുള്ളിടത്തോളം കഴിക്കുക. ചിലർക്ക് സാധാരണ ഒരു 5 അല്ലെങ്കിൽ 4 5 ഇഡ്ഡലി മതിയായിരിക്കാം, അതിന്റെ സാമ്പാർ ചട്നിയും കൂടെ ആകുമ്പോൾ അത് മതിയായിരിക്കാം. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം 5 6 ഒന്നും വേണ്ട, ഒരു 10 25 വേണമായിരിക്കും. അങ്ങനെ 25 ഇഡ്ഡലി കഴിക്കുന്ന പാപമൊന്നുമല്ല, കഴിക്കാൻ ആരോഗ്യമുണ്ട്, കഴിച്ചു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, 25 ഇഡ്ഡലി താങ്കൾ കഴിച്ചപ്പോൾ വീട്ടിൽ വേറെ ആർക്കും ഒരെണ്ണം പോലും ഇല്ലാതെ വന്നാൽ അത് പാപമാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ എന്റെ ഡയലോഗ് പറയുന്നതല്ല. പൗലോസ് ഇങ്ങനെ പറയുന്നു, ഇപ്പൊ നമുക്ക് സ്നേഹസദ്യ ഉണ്ടല്ലോ, ആരാധന കഴിഞ്ഞിട്ട് സ്നേഹസദ്യ നമ്മുടെ സഹോദരിമാര് വളരെ കാര്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അങ്കിള് പൊന്നൂസ് അങ്കിള് അതിനുവേണ്ടി വളരെ അധ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അവിടെ ജിൻസിന്റെ വീട്ടിൽ മോരുണ്ടാക്കാനും പിന്നെ അപ്പുറത്ത് ഇറച്ചി, മീന് ഇതെല്ലാം കട്ട് ചെയ്യാനൊക്കെ അദ്ദേഹം ഒത്തിരി അധ്വാനിച്ചു എന്ന് പറയുന്നു. സഹോദരിമാരുടെ കൂടെ അങ്കിളും വളരെയധികമായിട്ട് അധ്വാനിച്ചു. ഓക്കെ, അപ്പോൾ അത് വിളമ്പാൻ പോവുകയാണ് ആരാധനയ്ക്ക് ശേഷമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ,
നമ്മളെല്ലാവരും കൂടെ പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് പരസ്പരം ഷെയർ ചെയ്യുന്നു. പക്ഷെ കൊരിന്ത്യ സഭയിൽ ഒരു കുഴപ്പം എന്തായിരുന്നു അറിയാമോ? സാധുക്കളായ വിശ്വാസികളുണ്ട്, അവർക്കൊന്നും കൊണ്ടുവരാനില്ല. സമ്പന്നരായ വിശ്വാസികളുണ്ട്, അവർ ചിക്കനും മട്ടനും അതും ഇതുമെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു പൊതിയും കൊണ്ടുവരാത്തവരെ മാറ്റി നിർത്തിയിട്ട് ഇവരെല്ലാം കൂടെ ഇത് അഴിച്ച് വട്ടമിരുന്ന് കഴിക്കും. മനസ്സിലായോ? അപ്പം അത് അതിഭക്ഷണമാണ്. നാം കഴിക്കുമ്പോൾ വിശപ്പുള്ളവർ അപ്പുറത്തുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇരുന്ന് അവർക്ക് കൊടുക്കാതെ കഴിക്കുന്നതാണ് അതിഭക്ഷണം, അമിത ഭക്ഷണം എന്നൊക്കെയുള്ള ആശയം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് കഴിക്കുമ്പോൾ വിശപ്പുള്ളവരെയും കൂടെ എന്തോ ചെയ്യണം? ഓർക്കണം. അപ്പൊ അമിത ഭക്ഷണം എന്തോവാണെന്ന് ബോധ്യമായെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതാണ് ഇന്നലെ പാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചത്. സംശയത്തോടുകൂടെ ആരും ആകരുത്. വേദപുസ്തകം നമ്മുടെ സംശയങ്ങളെ തീർക്കുന്നതാണ്. അല്പമെങ്കിലും അതിനകത്ത് കൺഫ്യൂഷനോടെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരത്തിന് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു നടപടികളും സ്പർശനം കൊണ്ട്, ഭക്ഷണം കൊണ്ട്, ഭാഷണം കൊണ്ട്, ഉടുത്തത് കൊണ്ട്, നമ്മൾ തൊട്ടത് കൊണ്ട്, പിടിച്ചത് കൊണ്ട്, ചാരിയത് കൊണ്ട്, മുട്ടിയത് കൊണ്ടൊന്നും ഈ ആലയത്തിന് ഒരു ദോഷവും ഭവിക്കരുത്. അത്രയ്ക്ക് വിശുദ്ധമായി നാം ഇതിനെ കാത്തുകൊള്ളണം. ദേവദാസൻ പറഞ്ഞ ഒരു ചിന്ത പ്രാരംഭരാത്രിയിൽ ഞാൻ പ്രസ്താവിച്ചതൊന്നുകൂടെ, അദ്ദേഹം അത് നന്നായി പറഞ്ഞു, അതൊന്നുകൂടെ ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട് വേദപുസ്തകത്തിൽ. ട്രാൻസ്ഫോർമേഷൻ എന്ന പദം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതിന് രൂപാന്തരം എന്നാണ് പറയുക. രൂപാന്തരം. ഓക്കെ, രൂപാന്തരം രണ്ട് മേഖലയിൽ സംഭവിക്കണം. രണ്ട് തരത്തിൽ ഇതിന്റെ അർത്ഥതലത്തെ നാം കാണണം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോമർ 12:2. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നമ്മൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ട്രാൻസ്ഫോർമേഷനാണ് അവിടെ പറയുക. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നാം ഈ ശരീരവുമായി ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ, ജോലി ചെയ്തോ ജോലി ചെയ്യാതെയോ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ശരീരം രൂപാന്തരത്തിലേക്ക് വരണം. നമ്മുടെ മനസ്സ് രൂപാന്തരത്തിലേക്ക് വരണം. നമ്മുടെ സ്വഭാവം രൂപാന്തരത്തിലേക്ക് വരണം. മനസ്സും മനസ്സാക്ഷിയും രൂപാന്തരത്തിന് വിധേയമാകണം. ആ രൂപാന്തരത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തോട് നാം ഏകീഭവിക്കണം. അവൻ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഏകീഭവിക്കണം. അതാണ് രൂപാന്തരം. അങ്ങനെ നമ്മൾ ആ രൂപാന്തരത്തിൽ പൂർണ്ണരായി കഴിയുമ്പോൾ, അതിന്റെ പൂർണ്ണതയിൽ നാം എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മറ്റൊരു രൂപാന്തരത്തിന് സാധ്യത. അതെവിടെയാണ്? ഫിലിപ്പിയ ലേഖനം 3:21 വാക്യം. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൽ നമ്മുടെ സ്വഭാവത്തിന് നമ്മളായിട്ട് രൂപാന്തരം വരുത്തിയാൽ നാളെ കർത്താവിന്റെ പുനരാഗമനത്തിൽ ഈ ശരീരത്തിന് രൂപാന്തരം കർത്താവ് വരുത്തിക്കോളും. ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഒട്ടനവധി രോഗബന്ധനങ്ങൾ ഇതിനകത്തുണ്ട്, ഒട്ടനവധി ആസക്തികൾ ഇതിനകത്തുണ്ട്. അതിനെയെല്ലാം പിടിച്ചടക്കി വചനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കി എനിക്കതായിക്കൂടാ, എനിക്ക് ഗെറ്റുമുതൽ പങ്കെടുത്തുകൂടാ, എനിക്കത് കഴിച്ചുകൂടാ, എനിക്കത് കുടിച്ചുകൂടാ, എനിക്കത് ഉടുത്തുകൂടാ, എനിക്ക് അവരുമായിട്ട് ചേർന്നുകൂടാ, എനിക്ക് നമ്പർ ഡയൽ ചെയ്തുകൂടാ, എനിക്ക് വീഡിയോ ക്ലിപ്പിംഗ് കണ്ടുകൂടാ, കാരണം ഞാൻ രൂപാന്തരപ്പെട്ട വ്യക്തിയ. അങ്ങനെ നിഷ്ഠകളോടെ ജീവിക്കുവാൻ തീവ്രമായ തീഷ്ണമായ ആ ഉപദേശ സത്യങ്ങളുടെ ആഴത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ക്രമേണ നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ രൂപാന്തരത്തിന് നാം പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോഴാണ് മരണത്തിന് വിധേയമാക്കപ്പെട്ടുപോയ നമ്മുടെ ശരീരത്തെ കല്ലറ തുറന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് രൂപാന്തരം പ്രാപിക്കാത്ത ഒറ്റ വ്യക്തിയും കർത്താവിന്റെ കാഹളനാളിൽ രൂപാന്തരം പ്രാപിച്ചു പോകത്തില്ല എന്ന കാര്യം നാം തിരിച്ചറിയണം. നമ്മൾ ഇവിടെ കാണിക്കുന്ന പ്രകടന പ്രദർശനങ്ങളൊന്നുമല്ല കർത്താവിന് വേണ്ടുന്നത്. എത്രമാത്രം ഈ വചനത്താൽ, എത്രമാത്രം ആരാധനയാൽ, എത്രമാത്രം വചന ധ്യാനത്താൽ നമുക്ക് രൂപാന്തരം വന്നു എന്ന് കർത്താവ് അന്വേഷിക്കുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയാമോ? 1 കൊരിന്ത്യർ 15:52 വാക്യത്തിൽ വായിക്കുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം എന്തോ ചെയ്യും? രൂപാന്തരപ്പെടും. ഓക്കെ, അപ്പൊ രൂപാന്തരത്തിന്റെ രണ്ടവസ്ഥകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആകയാൽ ഈ ശരീരം ഭക്ഷണം കൊണ്ടോ മറ്റു തരമായിരിക്കുന്ന ഇടപാടുകൾ കൊണ്ടോ സമ്പർക്കങ്ങൾ കൊണ്ടോ നിയമവിരുദ്ധ ലൈംഗികത കൊണ്ടോ നിയമവിരുദ്ധ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടോ ഒന്നും അശുദ്ധമാകാതിരിപ്പാൻ നാം നമ്മെ തന്നെ കാക്കണം. 1 യോഹന്നാന്റെ ലേഖനം 5:18 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. കണ്ടോ? ആ തന്നെത്താൻ സൂക്ഷിക്കുന്ന ആത്മവീര്യം എനിക്കും നിങ്ങൾക്ക്
നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. അതിനെതിരെ ഉയർന്നു വരുന്ന സകല പോരാട്ടങ്ങളോടും ജയം പ്രാപിച്ച് നിൽക്കുവാനുള്ള ആത്മീക വീര്യം കർത്താവ് നമുക്ക് ഏവർക്കും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നമ്മൾ പഠിച്ചു വന്ന വിഷയത്തിലേക്ക് വരാം. ആത്മീക പോരാട്ടം എല്ലാവർക്കുമുണ്ട്. അതിന്റെ തലങ്ങളെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അദൃശ്യ തലമുണ്ട്. അത് പിശാചും അവന്റെ അനുയായികളും ഒരുമിച്ച് ക്രമീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. ദുഷ്ടഭൂത പ്രേത പിശാചുക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ നമുക്കെതിരെ പോരാടുന്നു. പ്രത്യക്ഷമായിട്ടല്ല, അത് അദൃശ്യമായ മണ്ഡലത്തിലാണ്. അതിനോട് പോരാടണമെങ്കിൽ ആത്മശക്തിയുടെ അത്യന്തമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നാം വന്നേ മതിയാകൂ എന്ന് നാം കണ്ടു. രണ്ടാമത്തെ പോരാട്ട തലം എന്ന് പറയുന്നത് ആന്തരിക തലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിൽ വാഴുന്ന പാപരാഗങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കും. നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, കാതിനെ നിയന്ത്രിക്കാൻ, നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാതെ പോയാൽ, കൈകളെ കറയില്ലാതെ സൂക്ഷിക്കാൻ കഴിയാതെ പോയാൽ, കാലുകളെ ദുർമാർഗത്തിൽ നിന്ന് വിലക്കുവാൻ കഴിയാതെ പോയാൽ, ഈ ശരീരം കൊതിക്കുന്നതായിരിക്കുന്ന ഏതെങ്കിലും വസ്തുതകളിലേക്ക് അതിനെ വിട്ടുകൊടുത്താൽ നമുക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് അവയവങ്ങളിലുള്ള പാപരാഗങ്ങൾ, അതാണ് ആന്തരിക പോരാട്ടം. ഇതിനെ ജയിപ്പാൻ നമുക്ക് വിശുദ്ധിയുടെ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് നാം മുറുകെ പിടിച്ച് മതിയാകൂ എന്നും നാം കണ്ടു. മൂന്നാമത്തെ പോരാട്ട തലം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ബുഭുക്ഷയോടലറുന്ന സിംഹം പോലെ, കാട്ടുചെന്നാൽ ഒരുമിച്ച് കൂടി വരുന്നത് പോലെ, നായ്ക്കൾ ഒരുമിച്ച് നമ്മളെ വളഞ്ഞാക്രമിക്കുന്നത് പോലെ സുവിശേഷ വിരുദ്ധ ശക്തികൾ മാരകായുധങ്ങൾ കൊണ്ട് നമ്മളെ തല്ലി തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സുദിനം ഉണ്ടാകാം. എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. ഗ്രഹാം സ്റ്റെയിൻസ് അതിന്റെ ബലിയാടാണ്. അരുൾദാസ് എന്നത് വൈദികൻ, അതുപോലെ നിരവധി കന്യാസ്ത്രീകൾ, നിരവധി പാസ്റ്റർമാര് ഒക്കെ അതിന് ബലിയാടുകളാണ്. അവരവനെ ഒടുക്കിക്കളയുവാൻ ഭാവിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന ഈ സംഗതി. സ്തെഫാനോസ് അതിന്റെ ബലിയാടാണ്. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യാക്കോബ് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോസ്തലന്മാരെല്ലാവരും, മിക്കവാറും എല്ലാം, യോഹന്നാൻ മാത്രമേ സ്വാഭാവിക മരണം വരിച്ചിട്ടുള്ളൂ. ബാക്കി മിക്ക ആളുകളും രക്തസംക്ഷിപ്ത മരണം വരിക്കുകയായിരുന്നു. അപ്പം വട്ടം നിന്ന് തല്ലിക്കൊല്ലുകയോ ക്രൂശിക്കുകയോ തലഛേദിച്ച് കളയുകയോ കല്ലെറിഞ്ഞു കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന ഇടപാട് ഇന്ന് ആർഷഭാരതത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ പലരെയും കൊല ചെയ്യുന്നുണ്ട്. സുവിശേഷം നിമിത്തമായി പള്ളികളിലേക്ക് ഇടിച്ചു കയറിയിട്ട് അകത്തുള്ള വിശ്വാസികളെ, കുഞ്ഞുങ്ങളോ കുട്ടികളോ സ്ത്രീകളോ ഒന്നും വ്യത്യാസമില്ലാതെ മാരകമായി മർദ്ദിക്കുന്ന, അതാണ് പ്രത്യക്ഷമായ ആക്രമണം. ഇതിനെതിരെ നമുക്ക് സമരസന്നാഹങ്ങളില്ല, ഒപ്പുശേഖരണങ്ങളില്ല, പിക്കറ്റിങ്ങോ ഹർത്താലോ ഒന്നുമില്ല. സഹനമല്ലാതെ വേറൊരു മാർഗവുമില്ല. കാരണം ഇവിടെ നമ്മൾ പടഞ്ഞു വീഴുമ്പോൾ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുവന് ഉയരത്തിലെഴുന്നേറ്റ് നിൽപ്പുണ്ട് എന്ന വസ്തുത നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അദൃശ്യതലം, ആന്തരിക തലം, പിന്നെ നമുക്കുള്ളത് പ്രത്യക്ഷ തലമാണ്. അടുത്തത് ഉപദേശ ഭാഗമാണ്. ഉപദേശ തലത്തിലാണ് ദുരുപദേശങ്ങളുടെ വ്യാപനം. വിവരിക്കുന്നില്ല, ഞാനത് നിങ്ങളുടെ പഠനത്തിന് വിട്ടുതരികയാണ്. നമുക്ക് തന്നിട്ടുള്ള വിലയേറിയ വിശ്വാസത്തിന് വിരുദ്ധമായി വരുന്ന അനവധി നിരവധി വികലമായിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂദാ പറയുന്നത്, അപ്പോസ്തലന്മാർ നിങ്ങളെ മുൻ പറഞ്ഞതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. വചനത്തോട് കൂട്ടാനും കുറയ്ക്കാനും ആർക്കും അവകാശമില്ല. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് ജെനുവിൻ ഗോസ്പലാണ്. നാം ആ വസ്തുത അറിയണം. നമ്മുടെ പിതാക്കന്മാർ പെന്തക്കോസ്തിനു വേണ്ടി ബലി കൊടുത്ത്, പെന്തക്കോസ്തിനു വേണ്ടി വില കൊടുത്ത്, പെന്തക്കോസ്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടനവധി പിതാമകന്മാരുണ്ട്. ഒരുപക്ഷേ ആത്മീയ ജീവിതത്തിൽ അവര് വലിയ വലിയ തിയോളജിയൻസ് ആയിരുന്നിരിക്കണമെന്നില്ല. വലിയ വലിയ വിദേശ രാജ്യങ്ങളിലെ സെമിനാരികളുടെ പ്രൊഡക്ട്സ് ആയിരുന്നില്ല അവർ. പക്ഷെ അവരവരായിരുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകം അവരുടെ മേൽ പകർന്നു കൊടുത്തിട്ട് അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയ ആത്മീയ ഉപദേശങ്ങൾ നമുക്ക് കൈമാറി. പോറലില്ലാത്ത ഉപദേശം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് അക്കാര്യം? ആ പോറലില്ലാത്ത ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട പാസ്റ്ററെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ആത്മീയ ഉപദേശത്തിന്റെ തനത് കാഴ്ചപ്പാട് പ്രാപിച്ചൊരു ദൈവദാസൻ. അദ്ദേഹത്തിന്റെ ആത്മീയ ചിട്ടവട്ടങ്ങൾ, ആത്മീയ ചര്യകൾ ശ്ലാഘനീയമാണ്. ഇരുത്തി പുകഴ്ത്തുകയല്ല ഞാൻ. ഒട്ടനവധി ദൈവദാസന്മാർ സമവായത്തിലേർപ്പെടുന്നവരാ. കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഉപദേശത്തിന് മാറ്റമറിച്ചിലുകൾ വരുത്തുമ്പോൾ വചനത്തിനു വേണ്ടി നിൽക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അതിലൊരു ദൈവദാസന് നിങ്ങൾക്ക് മിറക്കിൾ ചർച്ചിന് കിട്ടിയിട്ടുള്ളത് അഭിമാനമാണ്. ഞാൻ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെ മറക്കാൻ എനിക്കാവില്ല. എന്റെ ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരയിൽ പ്രഭാഷണ വേദിയിൽ തട്ടിത്തലോടി തഴുകി വേണ്ടുന്ന ശകാരങ്ങൾ നൽകി, താക്കീതുകൾ നൽകി, തർജ്ജനങ്ങൾ നൽകി, അങ്ങനല്ല ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രബോധിപ്പിച്ച ഒരു മാന്യനായ കർത്തൃദാസനാണ്. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ എല്ലാവരും തന്നെ ഈ കർത്തൃ ശുശ്രൂഷയിൽ നിരനിരയായി നിൽക്കുന്നു. പലയിടങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ
രാജ്യാന്തര പ്രഭാഷകരായി ദൈവം അവരെ ഉപയോഗിക്കുന്നു. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള പിതാമഹന്മാർ നമുക്ക് കൈമാറി തന്ന ഈ ഉപദേശത്തിനകത്തേക്ക് വേറൊരു ബുദ്ധിമാൻ യാതൊരു വിധത്തിലും വികലമായിരിക്കുന്ന ഒരു പഠിപ്പിക്കലുകളും കൊണ്ടുവരാൻ പാടില്ല. വിട്ടെറിഞ്ഞിട്ട് വന്ന പൗരോഹിത്യത്തിന്റെ ഇടപാടോ യാഗയോഗ കർമ്മകാണ്ഡങ്ങളുടെ ഇടപാടിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ട് കെട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില വൈത്താരികളുണ്ട്. അതൊന്നിനൊന്നും ചെവി കൊടുക്കാതെ അറിഞ്ഞ മകൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനിടയാകണം. ദ ഗ്രേറ്റ് ബൈബിൾ ട്രൂത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ആ വെളിപ്പാടിനനുസൃതമായി പെന്തക്കോസ്തൻ ജീവിതത്തെ ഏത് കാലത്തിലും ഏത് രാജ്യത്തിലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. ഓസ്ട്രേലിയയുടെ ചില പോരാട്ടങ്ങളുണ്ട്, ഇന്ത്യയുടെ ചില പോരാട്ടങ്ങളുണ്ട്, അമേരിക്കയുടെ ചില സ്വാഭാവിക പോരാട്ടങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ ചില പോരാട്ടങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ ജെനുവിൻ ഗോസ്പലിനെ ബാധിക്കാനിടയാകരുത്. എത്ര പേർക്ക് സ്തോത്രം പറയാനിടയായി തീരും. കാലഘട്ടം എത്ര പുരോഗമിച്ചാലും, സാഹചര്യങ്ങൾ എത്ര മുൻപന്തിയിലേക്ക് വന്നാലും, വീടിന്റെ ഫാഷൻ മാറിയെന്നിരിക്കും, താങ്കൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ബ്രാൻഡ് മാറിയെന്നിരിക്കും, വസ്ത്രധാരണത്തിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് മാറിയെന്നിരിക്കും, ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളൊക്കെ മാറി മാറി ഉപയോഗിച്ചെന്നിരിക്കും. പക്ഷെ മാറ്റം വരാത്ത ഒന്നേ ഉണ്ടാകാവൂ, അത് ദൈവത്തിന്റെ ഉപദേശമാകണം, സനാതന ഉപദേശമാകണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും ഈ ഉപദേശം കരുത്തുള്ളതായിരിക്കണം. അതുകൊണ്ട് ഉപദേശതലത്തിലുള്ള പോരാട്ടത്തിനെതിരെ കരുത്തോടെ നിൽക്കാൻ കഴിയണം. ഈ ഉണർവെന്നൊക്കെ പറഞ്ഞ എന്താണെന്നറിയാം? ഉണർവെന്ന് പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊന്നുമല്ല. ഉണർവെന്ന് പറഞ്ഞ വെള്ളയും മാത്രം ഉടുക്കുന്നതൊന്നുമല്ല. ഉണർവെന്ന് പറഞ്ഞ സിയോൻ ഗീതാവിനെയും വേദപുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നുമല്ല. ഉണർവെന്ന് പറഞ്ഞ മിണ്ടാവൃതമൊന്നുമല്ല, ഉണ്ണാവൃതമൊന്നുമല്ല. എന്താ ഉണർവിന്റെ ലക്ഷണങ്ങൾ? പഠിക്കണം. ഉണർവിന്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള കുതിപ്പാണ്. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും, എന്റെ രാത്രിയിലും എന്റെ പകലുകളിലും എന്റെ ഏകാന്തതയിലും എനിക്ക് വിശുദ്ധി വിട്ടുകൂടാ. വിശുദ്ധിയിൽ തന്നെ നിൽക്കുന്നതാണ് യഥാർത്ഥ ഉണർവ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയാം? പാപത്തോടുള്ള വെറുപ്പാണെന്ന് പഠിക്കണം. പാപത്തോട് വെറുപ്പ് സൂക്ഷിക്കണം. അതാണ് ഉണർവിന്റെ ലക്ഷണം. പാപവുമായിട്ട് ഏകീഭവിച്ചു പോകരുത്. പാപത്തോട് വെറുപ്പ് വേണം. പാപത്തോട് വെറുപ്പുള്ളവനെ വിശുദ്ധിയിലേക്ക് കുതിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ചിലതിനോട് നമുക്ക് വെറുപ്പുണ്ടല്ലോ. ആ വെറുപ്പ് എന്തിനോട് വേണം? പാപത്തോട് വേണം. ചിലർക്ക് പാപത്തോട് സ്നേഹമാണ്. പിന്നെന്താ പാപം ചെയ്യാതെ? അവസരം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവസരം കിട്ടിയാലും പാപം ചെയ്യാതിരിക്കുന്നവൻ പാപത്തോട് വെറുപ്പുള്ളവനാണ്. ഈ പാപത്തോടുള്ള വെറുപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലായോ? പാപത്തോടുള്ള വെറുപ്പ്, നമ്മൾ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുമല്ലോ, പൂച്ചക്കുഞ്ഞോ മുയലോ അല്ലെങ്കിൽ നായ്ക്കുട്ടികളെയൊക്കെ വളർത്തുമല്ലോ. അതിനെ താലോലിക്കാനും കൊഞ്ചിക്കാനും മടിയെടുത്ത് വെക്കാനും ഒക്കെ എന്ത് സന്തോഷം നമുക്ക്, അല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നാട്ടിലൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ, അല്ലേ? കണ്ടിട്ടില്ലേ? ഇവിടെ നായ്ക്കളുമായിട്ടൊക്കെ നടന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം തത്തയും അതുപോലെ പക്ഷികളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ അതിനൊന്ന് ഓമനിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടല്ലോ, അല്ലേ? അതിനെയൊക്കെ നമ്മൾ ഓമനിക്കാറുണ്ട്. പക്ഷേ നാട്ടിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ടോ 1000 കാലുള്ള തേരട്ട എന്നൊക്കെ പറയുന്ന, കറുത്തയട്ട, പെരുമാളട്ട എന്നൊക്കെ പറയുന്ന ആ സാധനം കയ്യിലോട്ട് തരാം. ഓമനിക്കാൻ എത്ര പേർക്ക് വേണം? ഒരു ഉമ്മ കൊടുക്കാൻ. അതിനെ കണ്ടപ്പോഴേ ഓസ്ട്രേലിയയിലായിട്ട് പോലും ചിലർ കാര്യം മുകളിലോട്ട് പോക്കി. അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ് നമുക്കതിനോട്. അഴുക്കുചാലിലൂടെ പൊളഞ്ഞു പോകുന്ന കറുത്ത തലയും വെളുത്ത ശരീരമുള്ള പുഴുക്കളെ കണ്ടിട്ടില്ലേ? കയ്യിലോട്ട് തരാം, വാരി വേണോ താലോലിക്കാൻ? വെറുപ്പാണ്. അതിനേക്കാൾ വെറുപ്പ് സൂക്ഷിച്ചോണം പാപത്തെ. അതിനേക്കാൾ വെറുപ്പ് സൂക്ഷിച്ചു. മനസ്സിലായില്ലേ? അപ്പം ഉണർവിന്റെ ലക്ഷണം ഒന്ന് വിശുദ്ധിക്ക് വേണ്ടിയുള്ള കുതിപ്പ്, രണ്ടാമത്തേത് പാപത്തോടുള്ള വെറുപ്പ്, മൂന്നാമത്തേതാ ഞാൻ സ്ഥാപിക്കാനാകെ നമ്മുടെ വിഷയത്തോട് ബന്ധത്തിൽ മൂന്നാമത്തേതാണ് ദുരുപദേശത്തോടുള്ള ചെറുത്തുനിൽപ്പാണ്. ഉണർവുണ്ടോ താങ്കൾക്ക്? ഉണ്ട്. എങ്ങനെ തിരിച്ചറിയാം? എല്ലാ കൂടാരത്തിലും പോയി ആമേൻ പറയുന്നുണ്ടെങ്കിൽ ആ ഉണർവ് പരിശോധിക്കേണ്ട ഉണർവാണ്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഉപദേശത്തിന് ആമേൻ പറയുന്നുണ്ടെങ്കിൽ, എല്ലാം കേട്ടിട്ട് സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ ആ ഉണർവിനെ പരിശോധിച്ചേ പറ്റുള്ളൂ. വചനത്തിന് വിരുദ്ധമായ ദുരുപദേശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്, ചെറുത്തു നിൽക്കണം അതിനോട്. അത് നമ്മിലേക്കും നമ്മുടെ കൂടിവരവിലേക്കും നമ്മുടെ തലമുറയിലേക്കും വ്യാപിക്കാതിരിക്കാൻ ഒരു ചെറുത്തു നിൽപ്പ് വേണം. അതാണ് ഉണർവിന്റെ ലക്ഷണം. പുനരാഗമനത്തിന്റെ പ്രതീക്ഷ അത് മറ്റൊരു ലക്ഷണമാണ്. ആത്മഭാരം അത് മറ്റൊരു ലക്ഷണമാണ്. ഈ ഉണർവിന്റെ ലക്ഷണങ്ങൾ തന്നെ ഒരു ക്ലാസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓർത്തോണം, ഉണർവ് താങ്കളിൽ ഉണ്ടെങ്കിൽ താങ്കൾ ദുരുപദേശത്തോട് ചെറുത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഓക്കെ, അപ്പോൾ ഈ 4 വിഷയങ്ങൾ, 4 മണ്ഡലങ്ങളാണ് പോരിന്റെ തലങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കുന്ന അല്പസമയം കൊണ്ട് ഞാൻ വേഗന നൽകി തരാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമയം അനുവദിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വേഗന നൽകി തരാം. അത് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങളാണ്. പ്രധാനമായും ഈ വായിച്ചു കേൾപ്പിച്ച ഭാഗം 10 മുതൽ 18 വരെ
വരെയുള്ള വേദഭാഗങ്ങൾ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ ആത്മീക പോരാട്ടത്തെക്കുറിച്ചുള്ള വിശദീകരണ പഠനമാണ് എന്ന കാര്യം നാം തിരിച്ചറിയാതെ പോകരുത്. ഇവിടെ പല ആയുധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർവായുധ വർഗങ്ങൾ എന്നതിന് പൊതുവെ പറയുന്നു. അതിൽ 3 കാറ്റഗറി ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആക്രമിക്കപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ സംഗതിയാണ് 17ാമത് വാക്യത്തിൽ വായിച്ച ആത്മാവിന്റെ വാൾ. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് പോരാടാനുള്ളതാണ്. ഓക്കെ, ബാക്കി പറയുന്നതായിരിക്കുന്ന അരയ്ക്ക് സത്യം കിട്ടണം, പിന്നെ ചെരുപ്പിടണം, നീതി എന്ന കവചം ധരിക്കണം, രക്ഷയുടെ ശിരസ്ത്രം അണിയണം എന്നീ പറഞ്ഞിരിക്കുന്ന ഈ സംഗതി, വിശ്വാസം എന്ന പരിച, ഇതെല്ലാം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ ഈ യോദ്ധാവിന്, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന, യുദ്ധസേവയ്ക്കായി ഇറങ്ങി നിൽക്കുന്ന യോദ്ധാവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ. അതെന്തുവാണ്? ആത്മാവിന്റെ വാൾ. അതാണ് പറയുന്നത്. പക്ഷെ മുകളിൽ 10ാം വാക്യത്തിൽ വേറൊരു ആയുധം പറയുന്നുണ്ട്. ഏതെന്നറിയാമോ? അത്യന്ത ശക്തി എന്ന ആയുധം. അത് പ്രാപിച്ചു വേണം ഈ സർവായുധ വർഗം ധരിക്കാൻ. 10ാമത് വാക്യത്തിൽ അതാ പറയുന്നത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പൊ ആ അമിത ബലം, മനസ്സിലായോ? ദ ഡൈനാമിക് പവർ നാം പ്രാപിക്കണം. അത് നമുക്കൊരു ആയുധമാണ്. രണ്ടാമത്തെ ആയുധമാണ് ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത്. ഈ 2 ആയുധങ്ങളും യഥോചിതം ഭംഗിയായി നമ്മിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടുന്ന ഒരു നടപടിയാണ് 18ാമത് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിലെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആയുധങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വേണ്ടും വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങിപ്പോകരുത്. ഇന്നലെ രാത്രി പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പ്രാർത്ഥന വളരെ ഗൗരവമായി ചെയ്തേ പറ്റൂ. എത്ര ഡ്യൂട്ടിയുടെ തിരക്കുണ്ടെന്ന് വന്നാലും പ്രാർത്ഥനാ സമയം മുടങ്ങിപ്പോകരുത്. കൃത്യനിഷ്ഠയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. കൂട്ടായ്മ, ഒരുമിച്ച് കുടുംബമെല്ലാം കൂടി ഒരു പാട്ടുപാടി വേദഭാഗം വായിച്ചാലെങ്കിലും 1-2 പേര് പ്രാർത്ഥിക്കുന്ന ശീലം നല്ലതാ, നടക്കട്ടെ. പക്ഷേ അതിനെല്ലാം അപ്പുറം ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഞാനും എൻ്റെ കർത്താവും മാത്രമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം ജീവിതത്തിൽ. അതിനകത്ത് ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, കൊച്ചുമക്കളില്ല, ആരുമില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല. ദിവസത്തിൽ ചില മണിക്കൂറുകൾ, ചില സമയങ്ങൾ മാറ്റിവെച്ച് ഞാനും എൻ്റെ കർത്താവും മാത്രമായി ഒന്ന് ബന്ധപ്പെടുന്ന, രമിക്കുന്ന, ആമോദിക്കുന്ന, ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, സ്വകാര്യത പങ്കിടുന്ന ആ ഒരു നിമിഷം ഉണ്ടാക്കിയേ പറ്റൂ. അതെത്ര തിരക്കാണെങ്കിലും, ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇതിനു വേണ്ടി ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. വീടിനകത്ത് ഏതെങ്കിലും ഒരു മുറിയുടെ മൂലയിലേക്ക് മാറിയിരുന്ന കർത്താവും നിങ്ങളും മാത്രം തീർക്കുന്നൊരു ലോകമുണ്ടാകണം. ആ പ്രാർത്ഥനയിൽ മാത്രമേ വചനമെന്ന ആത്മാവിന്റെ വാളും നിങ്ങൾ പ്രാപിച്ച ദൈവശക്തിയും വേണ്ടും പോലെ പ്രയോജനമാകുകയുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യം? പ്രാർത്ഥനയെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. വീണ് കിടന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക, അവൻ നിലത്ത് വീണു. ഏലിയാവ് കാണിച്ച പ്രാർത്ഥന, അവൻ മുഴങ്കാൽ മടക്കി. വേദപുസ്തകത്തിൽ മുഴങ്കാൽ മടക്കി നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിച്ചവരുടെ പിന്നാലെ നിങ്ങൾ കൂടി നോക്കിക്കേ. ആ പ്രാർത്ഥന കഴിയുമ്പോൾ അവർ കരുത്തന്മാരായി മാറിയിട്ടുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ മാത്രയിൽ അവരെല്ലാവരും ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്. കർമ്മേലിന്റെ കൊടുമുടിയിലാണ് ഏലിയാവിന്റെ യാഗവും ആ പരീക്ഷണവും നമുക്ക് നന്നായിട്ട് അറിയാം. ഒടുവിൽ അതിന്റെ അടിവാരത്തിലേക്ക് വന്നിട്ട് അവൻ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഏറെ നേരം നടന്നു. അത് ആ സംഭവം നമുക്കറിയാം. തന്റെ ദാസനെ വിട്ടിട്ട് ചോദിക്കുന്നു, നീ പോയി കടൽക്കരയിൽ ചെന്ന് കാണുക, എന്തെങ്കിലും വിശേഷമായിട്ടുണ്ടോ? അവൻ 6 പ്രാവശ്യം പോയിട്ടും ഒന്നും കണ്ടില്ല. 7ാം പ്രാവശ്യം പോയിട്ട് അവൻ കണ്ടത്, അവൻ പറയുന്നു, കൈപോലൊരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. പ്രാർത്ഥന സ്ഥലത്തിലായിരുന്നവൻ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റ് തറയിൽ ഉപ്പുറ്റി ഉറപ്പിച്ചു നിന്നിട്ട് പറയുകയാണ്, നീ മേഘമേ കണ്ടുള്ളൂ, പക്ഷെ ഞാനൊരു വലിയ മഴയുടെ ഇരമ്പം കേൾക്കുന്നു. പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുന്ന വ്യക്തി കാഴ്ചകൾ കാണുന്നവൻ മാത്രമല്ല, ചില കേൾവികളും കൂടെ കേൾക്കും. വേറെ ആരും കേൾക്കാത്തത്, വേറെ ആരും കാണാത്തത് നമുക്ക് നൽകിത്തരാൻ കർത്താവിന് പ്രസാദമാകും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒടുവിൽ മഴയുടെ ഇരമ്പം കേൾക്കുന്നു. കഴിഞ്ഞ 3.5 വർഷം മഴ പെയ്തിട്ടില്ല. ഇപ്പൊ പെയ്യാൻ പോകുന്ന മഴ ഭയങ്കരമായൊരു മഴയാണ്. അവൻ രാജാവിന്റെ അരികിൽ, ആഹാബിന്റെ അരികിൽ ചെന്ന് പറയുന്നു, ഒരു വലിയ മഴ വരാൻ പോകുന്നു. ആ മഴ നിന്നെ തടയാതിരിക്കേണ്ടതിന് രഥം പൂട്ടി പൊയ്ക്കൊള്ളുക. എവിടാ? യെരൂശലേമിലേക്ക്. ഈ കർമ്മേലിന്റെ അടിവാരത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് എത്തണമെങ്കിൽ 27 മൈൽ യാത്ര ചെയ്യണം. കിലോമീറ്റർ അല്ല, 27 മൈൽ യാത്ര ചെയ്യണം.
മലയിറങ്ങി ചുരമിറങ്ങി വരണം. സമതലം വരണമെങ്കിൽ ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ചുരമിറങ്ങി പോകേണ്ടതായിരിക്കുന്ന ആ യാത്ര മഴ കൊടിയതായി പെയ്താൽ യാത്ര മുടങ്ങിപ്പോകും. ഇത് മുന്നറിഞ്ഞ കണ്ടോ, പ്രാർത്ഥിക്കുന്നവന്റെ ദീർഘവീക്ഷണം കർത്താവ് വെളിപ്പെടുന്ന കണ്ടോ. മഴ നിന്നെ തടയാതിരിക്കാൻ നീ രഥം പൂട്ടി പോയിക്കൊള്ളുക. പക്ഷെ കേൾക്കണം ഒരു കാര്യം, രഥം പൂട്ടി ഹാഹാബ് പോകുമ്പോ തന്നോട് ഈ ദർശനം പറഞ്ഞ യാത്രമധ്യേ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾ മുന്നറിയിപ്പ് തന്നവനെയും കൂടി ഇതിനകത്ത് കയറ്റിക്കൊണ്ടു പോകാനുള്ള നന്ദി കാണിക്കാതെ സ്വന്തമായി രഥമുള്ളവൻ അത് ഓടിച്ചു പോകുമ്പോ ഏലിയാവ് വഴിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നവനെ ദൈവത്തിന് കൈവിടാൻ പറ്റില്ല. തന്നോട് അപേക്ഷിച്ചവനെ കൈവിടാൻ പറ്റില്ല. ഏലിയാവിനെ കർത്താവ് ശക്തീകരിച്ചു. ആഹാബിന്റെ രാജകീയ കുതിരകളെ കെട്ടിയതായിരിക്കുന്ന രഥത്തെ പിന്നിലാക്കിക്കൊണ്ട് അതിന്റെ മുൻപേ കയറി ഓടാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് പകരം ഞാനൊരു ദൂത് പറയാം. ഇതിനകത്ത് ശ്രദ്ധിക്കുന്നവരും ലൈവിൽ എന്നെ വീക്ഷിക്കുന്നവരോടും ഞാനൊരു കാര്യം പറയാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ അവസ്ഥയൊന്ന് മാറ്റി ഒന്നുകൂടെ ശക്തമായി പ്രാർത്ഥനാ മുറിയിൽ നീ ഒന്ന് പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥനാ മുറിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ഒന്നുകൂടെ പ്രാർത്ഥനയുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ തയ്യാറായാൽ ചിലതിന്റെ മുൻപേ കയറി ഓടാൻ ദൈവം കൃപ തരും. ഈ തടസ്സമാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ചില മതിൽക്കെട്ടുകളെ ചാടിക്കടക്കുവാൻ കർത്താവ് ശക്തീകരിക്കും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ കയറിപ്പറ്റാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചിലരൊക്കെ മുൻപേ ക്യൂവിലാണ്. എനിക്ക് അവർ മാറിയിട്ട് വേണം കയറാൻ എന്ന് വിചാരിച്ച് നീ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല. പ്രാർത്ഥന മുറിയിൽ പ്രാപിച്ച കരുത്തുമായി നീ ചിലരെ പിന്നിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകും. നീ എത്തിക്കഴിഞ്ഞേ അവരെത്തുകയുള്ളൂ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ പ്രാർത്ഥന അന്തരീക്ഷം നമ്മിലുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന അനുഭവം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയും. ഗത്സമനെ തരണം ചെയ്യുവാൻ, ഗബ്ബഥയെ തരണം ചെയ്യുവാൻ, ഗോൽഗോഥായെ അതിജീവിക്കുവാൻ യേശു പ്രാർത്ഥനയിൽ പ്രാപിച്ചെടുത്ത കരുത്ത് ഭയങ്കരമായിരുന്നു. നമുക്കുമുണ്ട് ഗത്സമന, നമുക്കുമുണ്ട് ഗബ്ബഥ, നമുക്കുമുണ്ട് ഗോൽഗോഥ, നമുക്കുമുണ്ടൊരു കല്ലറ. ഇതെല്ലാം ഉണ്ട്. ആക്ഷേപങ്ങൾ പിന്നണിയിൽ നിന്നുകൊണ്ട് ആക്ഷേപിക്കുന്നവർ, അനുമോദിക്കുന്നവരല്ല, ആക്ഷേപിക്കുന്നവരും കല്ലെറിയുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിന്റെ എല്ലാം മുൻപിലൂടെ നെഞ്ചിരിച്ചു പോകാൻ കഴിയേണ്ട കരുത്ത് നാം പ്രാപിക്കുന്നത് പ്രാർത്ഥനാ മുറിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതൊരായുധമാണ് എന്നറിയണം. അതാണ് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. വെറുതെ ജൽപ്പനമല്ല, അതരചർവണമല്ല, ജാതികളെ പോലെ എന്തെങ്കിലുമൊക്കെ കർമ്മം തീർക്കുന്ന പ്രാർത്ഥനയാകരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കാൻ കഴിയുന്നു. ഇവിടെയുള്ള ലോകാധിപത്യത്തിനെതിരെ വെല്ലുവിളി മാറുന്നു. വാഴ്ചകളും അധികാരങ്ങളും നമ്മുടെ മുമ്പിൽ പ്രകമ്പനം കൊള്ളുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. എത്ര പേര് തയ്യാറാകും? അത് ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഉണ്ടായേ പറ്റൂ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചില വിഷയങ്ങൾ, നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ ആത്മാവ് ഏറ്റെടുത്ത് നമ്മിലൂടെ കർത്താവിനോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാത്തതായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും സ്വപ്നേവി വിചാരിച്ചിട്ടില്ലാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയും നയിക്കും. അത് നമുക്ക് ഉപകാരമായി തീരും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന 2 ആയുധങ്ങളെ അവിടെ നൽകി തരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് 10ാമത് വാക്യമാണ്, അമിത ബലമാണ്, അമിത ശക്തിയാണ്. അത് നാം പ്രാപിക്കുമ്പോൾ പോരാട്ടത്തിൽ അത് സവിശേഷമായ മൂർച്ചയുള്ള ഒരു ആയുധം തന്നെയാണ്. നമ്മൾ ബലഹീനരാണ്, നമ്മുടെ ശരീരം ബലഹീനമാണ്. പക്ഷെ ഈ ബലഹീന ശരീരത്തിലേക്ക് ദൈവം വ്യാപരിപ്പിച്ചിരിക്കുന്നവന്റെ ശക്തിയുടെ വലിപ്പം നാം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് ഈ പോരാട്ടത്തിലൊരു ജയം തന്നെയാണ്. ഏറ്റവും വിശേഷമായ ഒരു ആയുധമാണ്. ആ ശക്തി കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ജയം പ്രാപിച്ച 3 സന്ദർഭങ്ങളെ ഞാൻ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കതിന്റെ കാര്യം ബോധ്യമാകും. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 22-ാമത് വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 22 വായിക്കുമ്പോൾ പൗലോസ് പ്രാപിച്ച ശക്തിയുടെ വല്ലഭത്വം തിരിച്ചറിയാം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പോരാട്ടത്തിന് ശക്തി ഒരു അനുഗ്രഹീതമായ ഉന്നം പിഴക്കാത്ത ആയുധമാണ്. പാട്ടുപാടുന്ന താളത്തിനൊത്ത് എന്തെങ്കിലുമൊക്കെ അന്യഭാഷ പറഞ്ഞ അല്പസമയത്തേക്കൊന്ന് ശരീരം വൈബ്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ശക്തി. പ്രാർത്ഥനാ മുറിയിലും ഇത് പ്രയോഗിക്കാൻ കഴിയണം. ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരയിൽ ഈ അത്യന്ത ശക്തി നമുക്ക് ഉപകാരമാകണം.
തന്റെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മഹത്തായിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിന് തന്റെ ജ്ഞാനം പോരാ, ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചെടുത്ത് ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ പോരാ എന്ന് ബോധ്യമായവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. തോൽക്കൊള്ളനായ ശിമോന്റെ വീട്ടിൽ കർത്താവിന്റെ പ്രസാദം അവന്റെ മേൽ വന്നിട്ട് അവൻ ശക്തിയിൽ നിറഞ്ഞു എന്നല്ല, പിന്നെ എങ്ങനെ മേൽക്കുമേൽ. എത്ര പേര് ആഗ്രഹിക്കുന്നു മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ? ശക്തിയുണ്ട്, താങ്കൾക്ക് സമ്മതിക്കുന്നു. പക്ഷെ അതുപോരാ, പിന്നെന്തോ വേണം? മേൽക്കുമേൽ ശക്തി ഉണ്ടാകേ പറ്റുകയുള്ളൂ. ആ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച പൗലോസിന് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന 3 മിഷണറി യാത്രകൾ, മിഷണറി ജേർണീസ്, പ്രേക്ഷിത പ്രയാണങ്ങൾ. ശ്രദ്ധിച്ചോണം അതിന്റെ അധ്യായങ്ങൾ. വായിപ്പിക്കുന്നില്ല, അധ്യായങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. 13-ാം അധ്യായം, 16-ാം അധ്യായം, 19-ാം അധ്യായം. ഓക്കെ, ചാപ്റ്റർ 13 and 16, 19. 13, 16, 19 ഈ 3 അധ്യായങ്ങൾ പൗലോസിന്റെ 3 മിഷണറി യാത്രകളാണ്. മനസ്സിലായില്ലേ? യെരുശലേമിൽ മാത്രമേ ദൈവസഭ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. യെരുശലേമിൽ മാത്രം ഉണ്ടായിരുന്ന ദൈവസഭയെ അങ്ങ് എഫെസോസിലും കൊലോസിയിലും തെസ്സലോനിക്കയിലും ബെറോവയിലും കൊരിന്തിലും ഒക്കെ കൊണ്ടുപോകേണ്ടതിന് കാരണമായി തീർന്നത് പൗലോസിന്റെ മിഷണറി യാത്രകളാണ്. അത് മാത്രമല്ല, യെരുശലേമിൽ ചില അപ്പോസ്തലന്മാരുടെ കൈക്കൽ മാത്രമായിരുന്നു ദൈവസഭ. അവരാരെയും വളർത്തിക്കൊണ്ടുവരുന്നതുമില്ല. എന്നാൽ തിമോത്തിയോസ്, തീത്തോസ്, തിഹിക്കോസ്, എപ്പഫ്രാദിത്തോസ്, അക്വിലാസ്, പ്രിസ്കില്ല, ത്രുഫൈന, ത്രുഫോസ, ഫേബ അടക്കമുള്ള അനുഗ്രഹീതരും സാമർഥ്യമുള്ളവരും സമർപ്പണമുള്ളവരുമായിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ തട്ടിത്തലോടി തഴുകി ദൈവസഭയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ വൃന്ദങ്ങളാക്കി മാറ്റുവാനും ഈ പ്രേക്ഷിത പ്രയാണമാണ് സാധ്യമായി മാറിയത്. വ്യഭിചാരത്തിന്റെ ഇറ്റില്ലമായ, വിഗ്രഹാരാധനയുടെ ഇറ്റില്ലമായ, വല്ലാത്ത അധാർമികതകളുടെ ഇറ്റില്ലങ്ങളായിരുന്ന ഒട്ടനവധി ദേവീദേവന്മാരെ വെച്ച് പൂജ നടത്തി ആരാധിച്ചിരുന്ന ജനരാജ്യങ്ങളിലേക്ക് പൗലോസ് സുവിശേഷത്തിന്റെ പ്രകാശവുമായി ഇടിച്ചു കയറിയപ്പോൾ ആ വിധമായിരിക്കുന്ന ജാതീയ കോട്ട കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമാകുകയും ദൈവസഭകൾ അവിടെ സ്ഥാപിതമാകുകയും ചെയ്തു. അതാണ് പ്രേക്ഷിത പ്രയാണത്തിന്റെ പ്രത്യേകത. പക്ഷേ കേൾക്കണം, ഈ 3 അധ്യായങ്ങളും ശ്രദ്ധിച്ചു പഠിച്ചാൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പോരാട്ടങ്ങൾക്ക് പൗലോസിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആയുധം എന്ന് പറയുന്നത് താൻ പ്രാപിച്ച ഈ ശക്തിയുടെ വല്ലഭത്വമായി. ഹല്ലേലൂയ. അവിടെ നമുക്ക് ശക്തി കൂടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരികയാണ്. പ്രതിസന്ധികൾ ഭയാനകമായി ഉയരുകയാണ്. രാഷ്ട്രീയ തലത്തിലും മറ്റു ചില മാർഗിക തലത്തിലും പ്രാപഞ്ചിക തലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും, മനസ്സിലായി, സാമൂഹ്യ തലത്തിലുമെല്ലാം പോരാട്ടങ്ങൾ ഏറുകയാണ്. ഈ പോരാട്ടത്തോട് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നാം ശക്തി പ്രാപിച്ചാൽ പോരാ, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചേ പറ്റൂ. ഓരോ ആരാധനയിലും ഈ മേൽക്കുമേലുള്ള ശക്തി, ഓരോ സമയവും അപവീഞ്ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു പുത്തൻ ആർജവത്വത്തോടെ നമ്മൾ വന്നേ മതിയാകുകയുള്ളൂ. ഇതൊരു ചടങ്ങ് തീർക്കുന്ന കർമ്മമായി മാറരുത്. പകരം വളരെ ശക്തി നമ്മുടെ ിലേക്ക് വ്യാപരിക്കപ്പെടുന്നതിന് കാരണമായി മാറണം. ഞാൻ ഒന്ന് പറയാൻ ശ്രദ്ധിച്ചോണം. 13-ാം അധ്യായം പൗലോസിന്റെ പ്രസംഗം കേൾക്കേണ്ടതിനൊരു ഗവർണർ തയ്യാറായി. ഗവർണർ സുവിശേഷം കേൾക്കാൻ തയ്യാറായി. പൗലോസ് എന്ന് പറയുന്ന വാഗ്മിയെ കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടപ്പോൾ പൗലോസ് ക്ഷണിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിലേക്ക്. ആ ഗവർണറുടെ പേര് നിങ്ങൾ മറന്നു പോകരുത്. സെർഗിയോസ് പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പൗലോസിന്റെ പ്രസംഗം കേട്ടു. വിദ്യാസമ്പന്നനായിരിക്കുന്ന ഗവർണറുടെ മുൻപാകെ സുവിശേഷത്തിന്റെ ആധികാരികത വ്യക്തമായി പൗലോസ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ ഗവർണർക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് എലിമാസ് എന്ന വിദ്വാൻ എന്നാണ്. ബർ യേശു എന്ന് വേറൊരു പേരുമുണ്ട്. യേശുവിന്റെ മകൻ എന്ന ബർ യേശു എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവൻ യേശുവിന്റെ മകനല്ല, പിശാചിന്റെ മകനാണ്. പൗലോസ് അവനെ അങ്ങനെ വിളിക്കുന്നേ, ഹേ പിശാചിന്റെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. പേരങ്ങനാണെങ്കിലും അതൊരു പ്രതിഭാസമാണ്. ചിലരുടെ പേര് കൊള്ളാം, പെരുമാറ്റം കൊള്ളത്തില്ല. പേരിനനുസരിച്ചുള്ള പെരുമാറ്റം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. മനസ്സിലായില്ലേ? പോകട്ടെ. ഓക്കെ, അപ്പൊ ഈ പുള്ളിയുടെ പേര് യേശുവിന്റെ മകൻ എന്നാ. പക്ഷെ യേശുവുമായിട്ട് ഇവന് ഒരു ബന്ധവും ഇല്ല. അവൻ മന്ത്രവാദി, കുടിയ മന്ത്രവാദിയും. അദ്ദേഹം ഈ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി. 13-ാം അധ്യായം നിങ്ങൾക്ക് ഹോംവർക്ക് തന്നുവിടുന്നു, പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഈ പൗലോസിന്റെ പ്രസംഗം കേട്ട് ഗവർണർ മാനസാന്തരത്തിലേക്ക് വന്നു. പൗലോസ് പറയുന്ന സകല സംഗതികളും അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുന്നില്ല. നിരുപാധികം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഗവർണറുടെ മുഖത്തേക്ക് മന്ത്രവാദി കൂടെ പ്രൈവറ്റ് സെക്രട്ടറി നോക്കിയപ്പോൾ മനസ്സിലായി ഈ പുള്ളി ഇപ്പൊ പെന്തക്കോസിലാകാൻ സാധ്യതയുണ്ട്. പൗലോസിന്റെ പ്രസംഗം അത്രയ്ക്ക് തീഷ്ണമാണ്. ഈ പുള്ളി മാനസാന്തരപ്പെട്ട് പെന്തക്കോസിലായി കഴിഞ്ഞാൽ പിന്നെ മന്ത്രവാദം കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. എന്റെ ജോലി പോകുന്ന ഇടപാടാ. അതുകൊണ്ട് ഒരു പണി ചെയ്യണം, പൗലോസിന്റെ പ്രസംഗത്തെ ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ഈ മന്ത്രവാദി എഴുന്നേറ്റ് എന്ന് പൗലോസിനെ പറഞ്ഞു, സർ പ്ലീസ് നിർത്തിക്കേ നിങ്ങളുടെ പ്രസംഗം, ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല, പിന്നൊരു സമയം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം, ഇപ്പൊ പോയാട്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തോ ചെയ്തേന്? വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അന്നേരം അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. കാരണം പിണക്കരുതല്ലോ അടുത്തൊരു അവസരത്തിന് വേണ്ടി. തന്റെ വചനം കേട്ട് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ പാകമായി വന്ന ഗവർണറുടെ വിശ്വാസത്തെ തടയേണ്ടതിന് മന്ത്രവാദി എഴുന്നേറ്റപ്പോ
മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ശുശ്രൂഷ ചെയ്ത പൗലോസ് ആ മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിക്കിട്ട് ഒരാക്രോശം നടത്തുന്നുണ്ട്, ഒരു ഭത്സനം. സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, ദൈവത്തിന്റെ നീതിപ്രവൃത്തികളെ മറിച്ചു കളയുന്നത് മതിയാക്കയില്ലയോ, അടങ്ങാൻ യേശുവിന്റെ നാമത്തിൽ. ഇതാണ് പ്രയോഗം. ഇത് കേട്ട മാത്രയിൽ മന്ത്രവാദിയുടെ കണ്ണിന്റെ ഫിലമെന്റ് അങ്ങ് പോയി, കാഴ്ച നഷ്ടപ്പെട്ടു. തപ്പി നടക്കുന്നു അവൻ, മൂക്കും കുത്തി തറയിൽ വീണു. ഇത്രയും സംഭവം ഒറ്റ നിമിഷം കൊണ്ടുണ്ടായപ്പോൾ ഗവർണറുടെ വിശ്വാസം ഉറച്ചു, അദ്ദേഹം യേശുവിലായി. വിശ്വാസം തടയാനാ മന്ത്രവാദി ശ്രമിച്ചത്. പക്ഷേ ഈ ലോകാധിപതിയും അവൻ നിയന്ത്രിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും കൂടെ ഒരുമിച്ച് സന്നിവേശിക്കപ്പെട്ട ദുർമന്ത്രവാദിയുടെ നേരെ ആത്മാവിന്റെ എരിവോടെ ഒറ്റ പ്രയോഗം, ശക്തിയുടെ പ്രയോഗം നടത്തിയപ്പോൾ അവൻ തകർന്നുപോയി. ഗവർണർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ ആരും. ഇതാണ് ദൈവശക്തി നമ്മിൽ വ്യാപരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. ഇത് പ്രാപിക്കണം. തടയുന്ന ചില പോരുകളുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില വല്ലാത്ത വ്യാപാരങ്ങളുണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. കാരണം ഇത് ശക്തിയല്ല, അത്യന്ത ശക്തിയാണ്. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലം. അമിതബലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഈ ഗവർണറിൽ ഈ മന്ത്രവാദിയിൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടഭൂത പ്രേത പിശാചിന്റെ ശക്തി അതിജീവിക്കുന്ന ശക്തിയാണ്. അതാ നമ്മൾ വ്യാപരിക്കുന്നത്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ശക്തി? ഇതാ 13-ാം അധ്യായം, അതിന്റെ 8-9 വാക്യം നിങ്ങൾ വായിക്കണം. 9-ാം വാക്യം വായിക്കണം. 13-9 വായിക്കുമ്പോൾ ശൗൽ ആത്മപൂർണനായി, ഉണ്ടോ, അമിതബലത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പോൾ ശാസിക്കുന്നു. അപ്പൊ അത്യന്ത ശക്തി നമുക്കൊരു ആയുധമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എത്ര പേർക്ക് ബോധ്യമായി? ഇനി അത്യന്ത ശക്തി ആയുധമായി പൗലോസ് ഉപയോഗിക്കുന്നത് 2-ാം മിഷണറി യാത്ര 16-ാം അധ്യായമാണ്. 16-ാം അധ്യായത്തിൽ ഈ അത്യന്ത ശക്തി കൊണ്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകുന്നത് കെട്ട് തഴമ്പിച്ച ഭാഗമായതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. പാറയിൽ ക്രമീകരിച്ച പാറക്കല്ല് കൊണ്ട് പരസ്പരം യോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന വളരെ വിദഗ്ധമായ നിലയിൽ നിർമ്മാണ പ്രക്രിയ നടത്തിയിട്ടുള്ളത് റോമൻ കാരാഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ കാരാഗ്രഹം തുറന്ന ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അറിയാമോ? കഥക് തുറന്ന ആളുകൾ ഇറങ്ങി, മതിൽ ചാടിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് 2 സഹോദരിമാര് പോയതിനെ കുറിച്ച് നിങ്ങൾ വായിച്ചായിരുന്നു കേരളത്തിൽ. ഓക്കെ, അപ്പൊ പെണ്ണുങ്ങൾക്ക് വരെ ജയിലിൽ ചാടാമെന്നൊരു സ്ഥിതിയിലേക്ക് സാഹചര്യം നീങ്ങുന്നു. റോമൻ കാരാഗ്രഹത്തിൽ ആ പണിയൊന്നും നടക്കത്തില്ല. അതിന്റെ നിർമ്മാണ പ്രക്രിയ ഭയങ്കരമാണ്. കല്ലിനോട് ചേർത്ത് വെച്ചിട്ട് തുറക്കാൻ പറ്റത്തില്ല, പാറയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഭയങ്കര സംഗതികളാണ്. ആ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ശക്തിയുടെ വ്യാപാരം ഇറങ്ങി, അടിസ്ഥാനം ഇളകിപ്പോയി. മാത്രമല്ല, തടവുകാരുടെ ചങ്ങല കൂടെ അഴിഞ്ഞു, സകല വാതിലും തുറന്നു. ഭൂകമ്പമുണ്ടായി. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. സാധാരണ ഭൂകമ്പം ഉണ്ടായാൽ മേക്കൂര ഇടിഞ്ഞ് താമസിക്കുന്നവന്റെ ഉച്ചിയിലോട്ട് വീണ മിക്കവാറും മരണം സംഭവിക്കുക. പക്ഷെ ഇത്രയും വലിയ പാറക്കല്ല് ഉള്ള കാരാഗ്രഹത്തിനകത്ത് ഭൂകമ്പം ഉണ്ടായിട്ടും ആർക്കും ഒരു ജീവാപായം ഉണ്ടായില്ല. മനസ്സിലായോ? മേക്കൂര അടിസ്ഥാനം ഇളകിയിട്ട് മേക്കൂര ആരുടെയും മണ്ടയിലോട്ട് വീണില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വല്ലഭത്വമാണ്! ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് പ്രാപിച്ച മേൽക്കുമേലുള്ള ശക്തി. അപ്പൊ നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ ദുർമന്ത്രവാദിയിലൂടെ, 2-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിനകത്തും ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തൊരു വിശേഷ ചിന്ത യൂത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. 16-ാം അധ്യായത്തിൽ പൗലോസ് പ്രാപിച്ച അത്യന്ത ശക്തിയിൽ കാരാഗ്രഹം പൊളിക്കാനും ചങ്ങല അഴിക്കാനും മാത്രമുള്ള ശക്തിയല്ല, വിവേചനത്തിന്റെ ശക്തി കൂടിയാണ്. അത് പ്രാപിച്ചോ? എന്തിന്റെ ശക്തിയാ? ഡിസൈനിങ് പവർ. അത് പ്രാപിച്ചോ? ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചിരിക്കുകയാണെന്നൊന്നും ചിന്തിക്കരുത്. കൈ തരുന്ന എല്ലാവരും സന്തോഷമാണെന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? നമുക്ക് SMS അയച്ചവരും ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, കഴിച്ചോ, കുടിച്ചോ, കിടന്നോ, ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ നല്ല നിലയിലാണ് ചിന്തിക്കരുത്. ഓരോ ഗുഡ് മോർണിംഗും ഓരോ ഗുഡ് ഈവനിങ്ങിനകത്തും ഡിസേണിംഗ് പവർ ഉണ്ടാകണം. സ്വതന്ത്രം ഒന്നും ആരും പറയുന്നില്ല. ഇതില്ലെങ്കിലുണ്ടല്ലോ നീ കുരുങ്ങി പോകും. ഫിലിപ്പിയിലൂടെ പൗലോസും ശീലാസും നടക്കുമ്പോൾ പരിചയമുള്ള ആരുമില്ല അവിടെ. പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ആരുമില്ല അവിടെ. സ്വീകരിക്കാൻ ആരുമില്ല. വീട്ടിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ അപരിചിതമായ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പുറകിലൊരു ശബ്ദം കിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ സുന്ദരിയായ ഒരു പെങ്കൊച്ച്. അവൾ വിളിച്ചു പറയുന്നു നാട്ടുകാരോട്, ഹലോ, എല്ലാവരും ശ്രദ്ധിച്ച്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവർ. ഇവർ രക്ഷാവചനം ഘോഷിക്കുന്നവരാ. ഇവർക്ക് ചെവി കൊടുത്താൽ നിങ്ങൾ രക്ഷപ്പെടും. ആരാ പറയുന്നേ? ഒരു പെങ്കൊച്ച്. ഇത് സ്ഥിരം ഇങ്ങനെ അങ്ങ് നടന്നു. 1, 2, 3, 4 ദിവസം.
ആരും പരിചയക്കാരില്ലാത്ത ഒരു ദേശത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മുടെ നടപടി എന്തായിരിക്കും? കൂടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ വാട്സപ്പ് നമ്പർ വാങ്ങിയത്, അവരുടെ ഇമെയിൽ കയ്യിലാക്കത്തില്ലേ? പക്ഷേ അകത്ത് വ്യാപരിച്ച ശക്തി അടിസ്ഥാനം ഇളക്കുന്നത് മാത്രമല്ല, എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത് എന്ന ഡിസൈനിങ് പവറും കൂടെ ഉള്ളതാ ഈ പ്രാപിച്ച ശക്തി. അതാണ് ആയുധമായി മാറുന്നത്. പൗലോസ് തിരിഞ്ഞു നിന്നിട്ട് അവളെ നോക്കി ശാസിച്ചു, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോ എന്ന് പറഞ്ഞപ്പോൾ അധികമായി അവളിൽ വ്യാപരിച്ചിരുന്ന പൈശാചിക പോരുകൾ വിട്ടുപോയി. അവൾ സുബോധത്തിലേക്ക് വന്നു. അപ്പൊ ഓർത്തോണം, ഈ അത്യന്ത ശക്തി ഡിസേണിംഗ് പവറും കൂടിയാ, വിവേചനത്തിന്റെ ശക്തിയാ. ഇതാണ് ആത്മീയ പോരാട്ടത്തിന് നമുക്ക് വിജയം തരുന്നത്. ആവശ്യമില്ലാത്ത കുരുക്കിനകത്തും ഇടപാടിനകത്തും കൂനാങ്കുരുക്കിലൊന്നും ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ പ്രാപിച്ച ശക്തി വിവേചനത്തിന്റെ ശക്തിയാക്കിക്കോണം. പ്രാർത്ഥിക്കണമെന്നും കർത്താവ് വിവേചനത്തിന്റെ ശക്തി തരണേ. ആളിനെ തിരിച്ചറിയുവാൻ, കാര്യങ്ങളെ തിരിച്ചറിയുവാൻ, സംഭവങ്ങളെ നന്നായി തിരിച്ചറിയുവാൻ, എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയുക, അവബോധം എന്നത് പ്രാപിച്ചു. അപ്പൊ 16-ാം അധ്യായത്തിൽ തന്നെ ആത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ രണ്ട് രീതിയിൽ. ഒന്ന്, പൊളിച്ചടുക്കുന്നു കാരാഗ്രഹവും ഒക്കെ. മറ്റൊന്ന്, അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ഗംഭീരമായി തകർക്കുന്നു. ആത്മീയ പോരാട്ടത്തിന്റെ വിജയം കണ്ടോ? എന്തിനാലുള്ള വിജയമാ? ആത്മശക്തിയാലുള്ള വിജയം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. മൂന്നാമത്തെ പോരാട്ടം 19-ാം അധ്യായം 3-ാമത്തെ മിഷണറി യാത്രയിലാണ് കാണാൻ കഴിയുക. അവിടെ എന്താ സംഭവിക്കാന്നറിയാമോ? 50,000 വെള്ളിക്കാശ് മൂല്യമുള്ളതായിരിക്കുന്ന മന്ത്രവാദ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് കൂന് കൂട്ടിയിട്ട് തീയിട്ട് ചുട്ട് കളഞ്ഞിട്ട് മന്ത്രവാദികൾ മുഴുവനും കൂട്ടത്തോടെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കയറി. എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളുടെ മൊത്തവും ആടപടലെ മുഴുവനും എണ്ണത്തെയും കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഒരു ശക്തിയുടെ വ്യാപാരം. എഫസോസിലാണ് സംഭവം നടക്കുക. സുവിശേഷത്തിലൂടെ സാധ്യതയില്ല. അർത്തമീസ് മഹാദേവിയുടെ നഗരമാണിത്. കണ്ടില്ലേ? ഡയാന എന്ന ദേവിയുടെ, അവളെ പൂജിച്ച് അവളെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ജനകോടികളുടെ ഇടയിൽ സുവിശേഷത്തിന്റെ സത്യമായ വസ്തുത ഉറക്ക പ്രഖ്യാപനം ചെയ്തപ്പോൾ അർത്തമീസ് മഹാദേവിക്ക് ഒരു ശക്തിയുമില്ല എന്ന് സുവിശേഷം വെളിപ്പെടുത്തി ജനങ്ങൾ മുഴുവനും കൂടെ പൗലോസിന്റെ അരികിലേക്ക്, പൗലോസ് പ്രസംഗിച്ച ക്രിസ്തുവിലേക്ക് ആ ജനങ്ങളെ മുഴുവനും അന്ധതയിലൂടെ ആനയിച്ചതായിരിക്കുന്ന മന്ത്രവാദികൾ അവരുടെ പുസ്തകം കൂടെ ചുട്ട് കളഞ്ഞിട്ട് കർത്താവിലേക്ക് വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. ഞാൻ പറയട്ടെ, ഈ അത്യന്ത ശക്തി നമ്മിലേക്ക് വ്യാപരിപ്പിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മീയ പോരാട്ടത്തിൽ ശക്തിയാൽ നാം വിജയം പ്രാപിക്കും. അത് ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത്യന്ത ശക്തി കൊണ്ടുള്ള ഒരാത്മീക പോരാട്ടമാണ് നമുക്ക് അനിവാര്യം. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 18-ാമത് വാക്യത്തിൽ നമ്മൾ കണ്ടത്, 17-ാമത് വാക്യത്തിൽ കണ്ടത് ആത്മാവിന്റെ വാൾ. അതെന്തുവാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ്. വചനമെന്ന ആത്മാവിന്റെ വാൾ എടുത്തുകൊണ്ട് നിൽക്കണം. ഓക്കെ, അപ്പം ഒന്ന് അത്യന്ത ശക്തി, രണ്ട് വചനമെന്ന വാൾ. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 147-ാം സങ്കീർത്തനം. ഒരു അനുഗ്രഹീതമായിരിക്കുന്ന അക്ഷരം കൊണ്ടുള്ളൊരു ചിത്രമുണ്ട്. ഒരു യഥാർത്ഥ ഭക്തൻ, ഒരു പടയാളിയുടെ അനുഗ്രഹീതമായ ചിത്രം സങ്കീർത്തനക്കാരൻ വരച്ചു കാട്ടുന്നുണ്ട്. 149-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത് വാക്യം നോക്കിക്കേ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ച. ശ്രദ്ധിച്ചു കേട്ടണം, അവരുടെ വായിൽ എന്തോ ഉണ്ട്? പരാതിയുടെ പരദേവനങ്ങളുടെ ഒരു സാക്ഷ്യമൊന്നുമല്ല അവരുടെ വായിലുള്ളത്. ഉണ്ടോ? പരാതിയുടെ പാട്ടല്ല. പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഗദ്ഗതങ്ങളോ നൊമ്പരങ്ങളോ ഒന്നുമല്ല അവരുടെ വായിൽ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ച. ദൈവത്തിന്റെ പുകഴ്ചയ്ക്ക് ഞാൻ ഒരർത്ഥം കൊടുക്കട്ടെ, ആരാധന. വായിൽ എന്തോ ഉണ്ട്? ആരാധന. ആരാധനയും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. തരണേ 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 എന്നുള്ളതാണ് അപേക്ഷ. ആരാധനയ്ക്കകത്ത് നിന്നുകൊണ്ട് തരണേ എന്ന് പറയരുത്. ആരാധന തരുകയല്ല, അങ്ങോട്ട് കൊടുക്കുകയാണ്. ദൈവദാസനിടയ്ക്ക് ചാർജ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ ആ സംഭവം. ആരാധന നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവം ആരാണെന്ന് പഠിക്കണം. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തെക്കുറിച്ചുള്ള, കർത്താവിനെ കുറിച്ചുള്ള, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നാമങ്ങൾ മനഃപ്പാടമാക്കണം. അങ്ങനെ മനഃപ്പാടമാക്കിയിട്ട് അത് ഉരുവിടണം. അതാണ് ആരാധനയിൽ. കർത്താവേ, അങ്ങ് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണ സമ്പൂർണ്ണൻ, സകലത്തെയും വലുതാക്കുന്നവൻ, സകലത്തെയും നിറയ്ക്കുന്നവൻ. പിതാവാം ദൈവത്തിന് സ്തോത്രം കൊടുക്കണം, പുത്രനാം ദൈവത്തിന് സ്തോത്രം കൊടുക്കണം, പരിശുദ്ധാത്മാവാം ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധ തൃത്വത്തെ വ്യത്യസ്തമായി പറഞ്ഞ് ആരാധിക്കണം. മനസ്സിലായില്ലേ?
നമ്മളെല്ലാം കൂടെ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. കൂടുതലും നമ്മുടെ ആരാധനയിലും തരണേ എന്ന് നമ്മൾ പറയുക. ആരാധനയിൽ തരണേ എന്ന് പറയുന്ന പ്രയോഗമില്ല. ആരാധനയിൽ കർത്താവ് ആരാണെന്ന് സമർത്ഥിക്കുകയാണ് നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ആരാധന ചെയ്യേണ്ടത്. അതാണ് വായിൽ പുകഴ്ച. ഉണ്ടല്ലേ? എന്റെ കർത്താവേ, അങ്ങ് സർവശക്തൻ, അങ്ങ് വിശുദ്ധിയിൽ ഭയങ്കരനാണ്. കർത്താവദാസൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങ് ഭയങ്കരനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്, അങ്ങ് മഹാജ്ഞാനിയാണ്, അങ്ങ് മഹാശക്തനാണ്. ഞാനത് സമ്മതിക്കുന്നു, ഞാനത് ക്ലൈം ചെയ്യുന്നു. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധ തൃത്വം മറന്നു പോകരുത് ഒരിക്കലും. ഓക്കെ, അതായത് നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നൽകി തരുവാൻ പിതാവിന് പ്രസാദമായി. ഓക്കെ, പിതാവാം ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടതാ. പിതാവിന്റെ ആ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവും ആകാൻ ആര് തയ്യാറായി? പുത്രനായവൻ തയ്യാറായി. അതാണ് പുത്രനോടുള്ള നമ്മുടെ ബാധ്യത, ആരാധിക്കുക. മാത്രമല്ല, ആ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് പുത്രനായവൻ തന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവനെ വീണ്ടെടുപ്പുകാരനായി അംഗീകരിച്ചുകൊണ്ട് ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിപ്പാൻ ആത്മാവ് നമ്മെ നടത്തുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കണം. അതാ വായിൽ പുകഴ്ച എന്ന് പറയുന്നത്. ആരെ കുറിച്ചുള്ള പുകഴ്ച? വേറെ ആരെയും കുറിച്ചുള്ള പുകഴ്ചയല്ല, ദൈവതൃത്വത്തെ കുറിച്ചുള്ള പുകഴ്ച. അതാണ് ആരാധനയിൽ വെളിപ്പെടേണ്ടത്. മനസ്സിലായോ? അപ്പം വായിൽ പുകഴ്ച. പിന്നെ കയ്യിൽ എന്തോ ഉണ്ടെന്നാ പറഞ്ഞേ? ഇരുവായ്ത്തലയുള്ള വാള്. അതെന്തിനാ? പോരാട്ടത്തിനാണ്. ആ ഇരുവായ്ത്തലയുള്ള വാളാണ് എബ്രായ ലേഖനം 12 നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ഒന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. അപ്പം വായിൽ ആരാധനയും കയ്യിൽ വചനവും ഉള്ളവനെ തോൽപ്പിക്കാൻ ഒരു ശാക്തിക്കും ഉലകത്തിൽ ആകത്തില്ലെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? കാര്യം ഒരു പുനർവിചാരണയ്ക്ക് മനസ്സ് വെച്ച് വായിൽ പുകഴ്ചയുണ്ടോ? ആരാധനയുണ്ടോ? ജോലി ചെയ്യുമ്പോൾ, ഡ്യൂട്ടിയിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ അധരം എപ്പോഴും കർത്താവിന് സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിച്ചുകൊണ്ടിരിക്കണം. പരാതികളുടെ പരിദേവനങ്ങളുടെ പ്രളയമാകരുത് നാവിൽ നിന്ന് വരുന്നത്. എന്തെങ്കിലുമൊക്കെ അരാജകത്വത്തിന്റെ വാക്കുകളാകരുത്, കോപതാപങ്ങളുടെ പ്രയോഗങ്ങളാകരുത്, ഏതെങ്കിലുമൊക്കെ പ്രാഗി അരച്ച് നടക്കുന്ന ഒരു അനുഭവമാകരുത്. എല്ലായ്പ്പോഴും കർത്താവിന് പുകഴ്ച കൊടുക്കാൻ കഴിയുന്നതാകണം. വായിൽ പുകഴ്ച വേണം. അതൊരു നല്ല ചിത്രമാകട്ടോ. വായിൽ പുകഴ്ചയും പിന്നെ കയ്യിൽ എന്തുവാണ്? ആത്മാവിന്റെ വാള്. സകല പോരാട്ടങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്ന മാരകായുധം എന്ന പോലെ ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാൾ. ഇരുവായ്ത്തല എന്നുള്ളതിന്റെ ഭാഗം മനസ്സിലായോ? അങ്ങോട്ട് വെട്ടുമ്പോൾ വെട്ട് പിഴച്ചു പോയാൽ ഇത് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ വെട്ട ആർക്കും കൊള്ളും? വെട്ടുന്നവന് കൊള്ളും. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ സംഗതി. അപ്പൊ ഇരുവായ്ത്തലയുള്ളതാ. എതിർകക്ഷിയെ വെട്ടുക എന്ന് മാത്രമല്ല, നമുക്കും ഇത് മുറിവേൽപ്പിക്കാനിടയാ. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ച് ആകണം. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് കരുത്ത് നമുക്ക് തരുന്നതാണ് 18-ാം വാക്യത്തിൽ വായിച്ച ആത്മാവിന്റെ പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്യന്ത ശക്തിയും ഈ വചനമെന്ന വാളും വേണ്ടും വിധത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് കഴിയും. യുദ്ധോപകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിലോ? കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകും. ഏത് സാധാരണ ഉപകരണമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുവാനുള്ള മികവ് നമുക്കുണ്ടെങ്കിൽ നാം ജയം പ്രാപിക്കും. നമുക്ക് തന്നിരിക്കുന്ന 2 ആയുധങ്ങൾ, ഒന്ന് അത്യന്ത ശക്തിയും 2 ഈ വചനമെന്ന വാളുമാണ്. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 12:11 നാം വായിക്കുന്ന മറ്റ് 2 ആയുധങ്ങളുണ്ട്. ഒന്ന്, അവർ യേശുവിന്റെ നാമം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും എന്തോ പ്രാപിച്ചു? വിജയം പ്രാപിച്ചു. അത്യന്ത ശക്തിയും വചനമെന്ന വാളും ശ്രേഷ്ഠമായ ആയുധങ്ങൾ ആണ്. അക്കൂട്ടത്തിൽ 2 ആയുധങ്ങളോട് വെളിപ്പാട് പുസ്തകം പറയുന്നു. വിവരിപ്പാൻ നേരമില്ല. ഒന്ന് യേശുവിന്റെ നാമമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുന്നു. അവന്റെ നാമം സകലനാമത്തിനും മേലായ നാമം. സകല മുഴങ്കാലും അവന്റെ നാമത്തിന് മുമ്പിൽ എന്തോ ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. സകല ശക്തികളും സകല അദൃശ്യമായ സകല വാഴ്ചകളും അധികാരങ്ങളും ആ നാമത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ അടങ്ങ് എന്ന് പറയുമ്പോൾ പിശാച് അടങ്ങുന്ന കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിശാചൊന്നും പഴയ പോലെ ഇപ്പൊ തുള്ളുന്നു ഇളകുന്നു ഒന്നുമില്ല അല്ലേ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഏത് യോഗത്തിനും പിശാച് എന്ത് ചെയ്യുമായിരുന്നു? ഇളകുമായിരുന്നു. ഇപ്പൊ പിശാച് നാണം കെട്ടതാണോ അതോ നമ്മൾ പിശാചുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതാണോ എന്താന്ന് ഒരു പിടിയില്ല. ഇപ്പം പിശാചുകളെയും കണ്ടിട്ട് ഒത്തിരി കാലങ്ങളായി. ഓക്കെ, പക്ഷേ ആരാധന വെളിപ്പെടുമ്പോൾ പിശാചിന്റെ ശക്തി ഭയങ്കരമായി ഇളകുമായിരുന്നു. ഇളകുമ്പോൾ ഉറഞ്ഞു തുള്ളി മുടിയടിച്ചിട്ട് ഞാൻ രക്തക്കരിങ്കാളിയാന്നൊക്കെ പറഞ്ഞ് തുള്ളി ഇളകി നിൽക്കുന്ന ആ ഭയങ്കര 16 പേര് പിടിച്ചാൽ നിൽക്കത്തില്ല. അതേപോലെ പ്രകടനം കാണിക്കുന്ന ആ ശക്തിയുടെ അരികിൽ മൊത്തത്തിൽ തൂക്കിയ 40 കിലോ പോലും ഇല്ലാത്ത ഒരു പാവം ദൈവദാസൻ യേശുവിന്റെ നാമത്തിൽ അടങ്ങ് പിശാചേ
എന്ന് പറയുന്ന മാത്രമല്ല, ആലച്ച് കെട്ടി തറ വീണിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിന്റെ വീര്യമാണ്. പക്ഷെ നാമം പ്രയോഗിക്കാൻ മാത്രം പോരാ, പിന്നെ അടുത്തത് അവരുടെ സാക്ഷ്യം കൊണ്ട് ജയിച്ചു. എന്തോ സാക്ഷ്യം? ജീവിത സാക്ഷ്യം. സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു, അത്രയും ഭാര്യ വാന്മാർ മാതാപിതാക്കന്മാർ മരണം വഴിയായി പോയി, ഞാൻ ഈ വഴിയായി വന്നു, യേശുവിന്റെ നാമത്തിൽ ഇരിക്കുന്നു. ആ സാക്ഷിയല്ല. പിന്നെ ഏതാ സാക്ഷ്യം? ജീവിത സാക്ഷ്യമാണ്. ജീവിതത്തിന്റെ സാക്ഷ്യം. കർത്താവിന് നമ്മളെ എല്ലാം അറിയാമെന്നതുപോലെ പിശാചിനും അറിയാം. നീ ഏത് വഴി പോയി, ആരുടെ കൂടെ ആയിരുന്നു, എന്തായിരുന്നു കഴിച്ചത്, കുടിച്ചത്, ആരോടൊപ്പമായിരുന്നു, ഇതെല്ലാം അറിയാം. വൃത്താന്തം മുഴുവനും പിശാചിനറിയാം. ആ സാക്ഷ്യം നഷ്ടപ്പെട്ടവൻ പിശാചിനോട് സംസാരിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ യേശുവിന്റെ നാമം, യേശുവിന്റെ മുൻപാകെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം, ഇതും ആയുധങ്ങളാ. ഈ 4 മൂർച്ചയുള്ള ഉന്നം പിഴയ്ക്കാത്ത ആയുധങ്ങളെ കൈവശമാക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?